ജാസ്മിൻ്റെ വാപ്പ രാവിലെ തന്നെ വന്ന ബിഗ് ബോസിൻ്റെ വാണിംഗ് വാങ്ങിച്ചു കൂട്ടിയിരിക്കുകയാണ്. പുറത്തെ കാര്യങ്ങൾ അപ്സരയും ജാസ്മിനുമായിട്ട് വൺ അടിപൊട്ടി എന്നുള്ള സംഭവം എല്ലാം വന്ന് അകത്ത് പറഞ്ഞു. ഇവിടെ എന്ത് നടന്ന് വല്ലതും നടന്ന ഒന്നും നടന്നില്ല. ബിഗ് ബോസ് നേരെ കൺഫഷൻ റൂമിൽ വിളിച്ചു. ജാഫറെ വേണ്ട, പുറത്ത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പറയണ്ട. ഗബ്രി കഴുത്തിലിട്ട് കൊടുത്തിരുന്ന ഗബ്രിയുടെ മാല ജാസ്മിൻ കഴുത്തിലിട്ടിരുന്നു, അത് വന്ന് ഊരി വാങ്ങിച്ചു. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു, ഫോട്ടോ കീറിക്കളഞ്ഞിട്ടില്ല, ഫോട്ടോ കൺഫഷൻ റൂമിലാണ് കൊണ്ടുവച്ചതെന്ന് ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാനാണ് കീറിക്കളഞ്ഞതെന്ന് പറഞ്ഞതെന്ന്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് മുഴുവൻ കണ്ടു നോക്കണം. ഞാൻ പറയുന്നത് എനിക്ക് അറിയത്തില്ല, കീറിക്കളഞ്ഞെന്ന് ഒത്തിരി പേര് വീഡിയോ ഇടുന്നുണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല, കൺഫഷൻ റൂമിൽ കൊണ്ടുവച്ചെന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ലൈവിൽ സംഭവിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ ജാസ്മിൻ്റെ വാപ്പ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗെയിം കളിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും, ജാസ്മിനെ ഒത്തിരി അത് ഹെൽപ്പ് ചെയ്യും. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ രാവിലെ മോർണിംഗ് സോങ് ഇടുമല്ലോ, അതിന് മുന്നേ തന്നെ സായി, അഭിഷേക്, റസ്മിൻ ഇവരൊക്കെ നമ്മുടെ പുറത്തിരിക്കുകയാണ് ഗാർഡൻ ഏരിയയിൽ. അപ്പോൾ സായി പറയണം ഇന്ന് പാട്ടിടുമ്പം എന്തായാലും വീട്ടുകാരെല്ലാവരുടെ കയറും, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ എന്നൊക്കെ ഇവരിങ്ങനെ അങ്ങനെ അങ്ങനെ ആയാൽ കൊള്ളായിരിക്കും, അങ്ങനെ ഒരു വെറൈറ്റി ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞ് ഇവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം കഴിയുന്നു, പാട്ടിടാൻ ലാഗാവുന്നു, പാട്ടിടുന്നു, ചൂളമടിച്ച് കറങ്ങി നടക്കും, എല്ലാവരും ഡാൻസ് കളിക്കുന്നു. ജാസ്മിനൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. ജാസ്മിൻ്റെ വാപ്പായും ഉമ്മായും വരുന്നു. ഉമ്മാടെ കയ്യിൽ എനിക്ക് തോന്നുന്നു ജാസ്മിനെ കല്യാണം കഴിക്കാൻ ഒരു പയ്യൻ ഇരുന്നല്ലോ, ആ പയ്യൻ വാങ്ങിച്ചു കൊടുത്ത ബൊമ്മയാണ്. ജാസ്മിന് മുമ്പ് വാങ്ങിച്ചു കൊടുത്ത ഒരു പാണ്ടയുടെ ബൊമ്മ. ആ പാണ്ടയുടെ ബൊമ്മയും കൊണ്ട് വരുവാണ്. നേരെ പോയി ജാസ്മിൻ പോയി കെട്ടിപ്പിടിക്കുന്നു, നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടതുപോലെയൊക്കെ. അപ്പോൾ എന്നിട്ട് ഞാൻ ഉമ്മത മോക്ക് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പാണ്ടയെ കൊടുക്കുന്നു. വാപ്പ അതിനേക്കാൾ വലിയ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാരെ കയ്യിൽ ആ മാല എടുത്ത് കൊടുക്കുകയാണ് കെട്ടാൻ വേണ്ടിയിട്ട്. ജാസ്മിൻ്റെ കഴുത്തിൽ ഉമ്മ ആ മാല കെട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് പിന്നീട് ജാസ്മിൻ്റെ വാപ്പാരുടെ കയ്യിൽ എന്തോ ഇരിക്കുന്നു. വീട്ടിനകത്തോട്ട് എല്ലാവരും കയറാൻ പോകണം. അപ്പം പറയാണ് ഇവിടെ ചിന്നുവിന് വൃത്തിയില്ലെന്നാണ് എല്ലാവരും പറയുന്നത്, ചിന്നുവിന് വൃത്തിയിൽ പിറകോട്ടെന്ന്. ഇനി ഞാനും കൂടെ ഇതൊന്നും കൊണ്ട് ഒരിടത്ത് വിടുന്നില്ല. അപ്പോൾ വീട്ടിനകത്ത് ഇറങ്ങുമ്പോൾ പാണ്ടയുടെ പേരെന്തോന്ന്, അപ്പോൾ പേരൊന്നും ഇട്ടിട്ടില്ല, അത് ഒരാളുടെ സമ്മാനമാണ്, അറിയാമല്ലോ ജാസ്മിനെ, നിനക്ക് പേര് പറയുന്നില്ലേ, അഫ്സൽ എന്നാണ് ഈ പറയുന്ന ജാസ്മിനെ കെട്ടാനിരിക്കുന്ന പയ്യൻ്റെ പേര്. അപ്പം ഈ അഫ്സൽ മുമ്പ് ജാസ്മിനെ സംഭവം കൊടുത്താണെന്നൊക്കെയാണ് പറയുന്നത്, അത് നമ്മളെ വിഷയമല്ല. അപ്പോൾ നേരെ വാപ്പായ ഉമ്മായെ പവർ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കുറേ കട്ട് വരുന്നുണ്ട്, ക്യാമറ പല പല ആംഗിളുകളിൽ കാണിക്കുന്നതുകൊണ്ട് കുറേ സംഭവങ്ങൾ കട്ടാവുന്നുണ്ട്. അപ്പോഴാണ് ജാസ്മിൻ്റെ വാപ്പ പറയുന്നത്, നീ ഇനി ഒറ്റയ്ക്ക് കളിക്കണം, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നീ അത്താടെ മുഖം വേണം ആലോചിക്കാൻ. ഒരു കാര്യം നിന്നോട് എനിക്ക് പറയാനുണ്ട്, നീ ഒരാളുടെ സഹായമില്ലാതെ നിനക്ക് മുന്നോട്ട് കളിക്കാൻ പറ്റും, നമ്മളായിട്ട് കളിക്കണം. അപ്പോൾ ജാസ്മിൻ പറയാണ് എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട്, പക്ഷേ അപ്പം ജാസ്മിൻ്റെ വാപ്പ പറയണം വേണ്ട, അതൊക്കെ നമുക്ക് പുറത്ത് പോയിട്ട് സംസാരിക്കാം. അപ്പോൾ ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന സമയത്ത് എനിക്ക് ധൈര്യം തന്ന ആളാണ് ഗബ്രി, അവൻ എനിക്ക് ധൈര്യം തന്ന ആളാണ്, ഈ മാല എനിക്ക് അവൻ്റെ ധൈര്യമാണ്. അപ്പോൾ ജാസ്മിൻ്റെ വാപ്പായും ഉമ്മായുടെ പറയുന്നു, മോളെ നമ്മളെ ഓർക്ക്, ധൈര്യത്തിന് വേണ്ടി നീ നമ്മളെ ഓർക്ക്. അപ്പോൾ ജാസ്മിൻ്റെ വാപ്പ മക്കളെ അതങ്ങ് ഊര്, മാല ഇങ്ങ് ഊരിത്താ, നല്ല മനസ്സോടെ ഊര്, എല്ലാവരും ഉണ്ട് മക്കളുടെ കൂടെ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ജാസ്മിൻ വിഷമിച്ചിരിക്കുന്നു, ഗബ്രിയുടെ കാര്യം അമ്മ അത്ത അത് ഉമ്മ അത് അങ്ങനെ മക്കളിങ്ങ് ഊരി എന്ന് പറഞ്ഞിട്ട് ഊരി ജാസ്മിൻ്റെ വാപ്പ മാല ഊരി എടുക്കുന്നു, ഗബ്രിയുടെ മാല. കപ്പും കൊണ്ടേ നീ വീട്ടിൽ വരാവൂ. പിന്നെ അവർ പറയുന്നതും ഇവർ പറയുന്നതും ഒന്നും നീ കാര്യമാക്കണ്ട, നിനക്ക് ഒരു ടെൻഷനും വേണ്ട, നമ്മളുണ്ട് നിൻ്റെ കൂടെ, ഓക്കെ. എന്നെ വീട്ടിലൊക്കെ മൊത്തം കൊണ്ട് കാണിരുന്ന് പറഞ്ഞിട്ട് പവർ റൂമിൽ നിന്ന് നേരെ നെസ്റ്റിലോട്ട് വരുന്നു. അവിടെ വരുമ്പോൾ തന്നെ ഗബ്രിയുടെ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. മക്കളെ വാപ്പ ഇതങ്ങ് എടുക്കുകയാണ്, ഫോട്ടോ എടുക്കുന്നു. അപ്പം എന്നിട്ട് വാപ്പ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ജാസ്മിൻ പിടിച്ചങ്ങാനം വാങ്ങിച്ചാലാന്ന് കരുതിക്കൊണ്ട് ഇറങ്ങി നേരെ പോകുന്നു. അപ്പോൾ ഉമ്മ പറയാണ് മക്കളെ ഇതൊരു ഷോ മാത്രമാണ്. അപ്പോൾ ജാസ്മിൻ ഞാൻ ഇവിടെ ഒറ്റപ്പെടുന്നുണ്ട്, എന്നെ ഇവിടെ നിന്ന ആളുകളൊക്കെ പുറത്ത് പോയി, എനിക്ക് അറിയത്തില്ല. അപ്പം ജാസ്മിൻ്റെ അമ്മ എല്ലാവരും പുറത്തല്ലേ, എല്ലാവരും പുറത്ത് തന്നെയല്ലോ നിൽക്കുന്നത്. അപ്പോൾ ജാസ്മിൻ 2 ആഴ്ച കഴിഞ്ഞപ്പം എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ കൈ പിടിച്ച് എൻ്റെ കൂടെ നിന്ന് മനുഷ്യനാണ് ഗബ്രി. സായി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പുറത്തെൻ്റെ വാപ്പായി ഉമ്മ ഇൻ്റർവ്യൂ കൊടുത്ത് ആകെ നെഗറ്റീവാണെന്നെല്ലാം പറഞ്ഞിരുന്നു. ഇത്രയും ദിവസം ഈ വീട്ടിൽ ഞാൻ നമ്മളെല്ലാവരെയും കൂടി പിടിച്ചിട്ടിരിക്കുവാണ്, അപ്പം എനിക്ക് അറിയത്തില്ല എന്താവും എന്നുള്ള കാര്യം. അപ്പോൾ ജാസ്മിൻ നീ വിൻ ചെയ്ത് വേണം വരാൻ. അപ്പോൾ എന്നിട്ട് ഉമ്മ പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ അപ്പോൾ ഉമ്മയെ ഓർക്കണം, ഉമ്മ നിൻ്റെ അടുത്ത് നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം, ഞാൻ 24/7 കാണുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ എല്ലാവരും കാത്തിരുന്നത് നിങ്ങളെ വന്ന് എന്നെ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉമ്മ
മക്കളെ അതുപോലെയൊന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചോ? ഇല്ല. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവും. ഗെയിമിൻ്റെ ഭാഗമായിട്ട് നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജാസ്മിൻ, ആപത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ നമ്മൾ നോക്കണ്ടേ അപ്പം മക്കളെ ശരി തന്നെ, എല്ലാം ഗെയിമിൻ്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ കൂടെ നിൽക്കുന്നതും അവരെ സഹായിക്കുന്നതും ഒക്കെ. പിന്നീട് ജാഫർ പുറത്തിരുന്നിട്ട്, എൻ്റെ മോളെ എനിക്കറിയാം, ഗെയിമിനെ ഗെയിമായിട്ടേ എടുക്കുകയുള്ളൂ. സായിയുടെ അടുത്തിരിക്കുകയാണേ. സായി പുറത്തുനിന്ന് ജാസ്മിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ മോളെ എനിക്കറിയാം, ഗെയിം ഞാൻ ഗെയിമായിട്ടേ എടുക്കത്തുള്ളൂ. പലതും പറയും. സീക്രട്ടിന് കൊള്ളുന്നു, സായിക്ക് കൊള്ളുന്നു. അപ്പോൾ ബിഗ് ബോസ് പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറയാനോ അകത്തെ കണ്ടസ്റ്റൻസ് പുറത്തെ കാര്യങ്ങൾ ചോദിക്കാനോ പാടില്ല. അപ്പോൾ ജാഫർ, ഞാൻ വല്ലോ ചോദിച്ചാൽ അല്ലല്ല, അത് പൊതുവെ പറയുന്നതാണ് സായി. അപ്പോൾ ജാഫർ, ഇവിടെ നിന്ന് ഇറങ്ങുമ്പം നമ്മൾ മെൻ്റലി നമ്മൾ കുറേ മാറിയിരിക്കണം. പഴയ ആളായിട്ട് തന്നെ നമ്മൾ ഇറങ്ങി വേണം മെൻ്റലി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ച് മാറണം. പിന്നീട് ജാഫർ എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ട് പറയുകയാണ്, ഞാൻ എന്തൊക്കെയായിരുന്നു, അപ്സരയെ ജാസ്മിൻ അടിച്ചെന്നൊക്കെ പറഞ്ഞ് വല്ലതും ഉണ്ടാ? അങ്ങനെ ഒന്നുമില്ല എന്ന് വീട്ടുകാരടുത്ത് പറയണം. അപ്പോൾ വീട്ടുകാരൊന്നും അറിഞ്ഞൂടല്ലോ. അപ്പോൾ വീട്ടുകാർ അപ്സരയെ ജാസ്മിൻ അടിച്ചെന്നാ, ഇതെന്തര്? അപ്പോൾ ബിഗ് ബോസ് ജാഫർ കൺഫറൻസ് റൂമിലേക്ക് വരിക. അപ്പോൾ ജാസ്മിൻ എന്തോ പറഞ്ഞു, നിങ്ങൾ എന്തോ പറഞ്ഞു, എന്തോ ഇവിടെ ഇരുന്ന് പറഞ്ഞു. അത് തന്നെ ബിഗ് ബോസ് വിളിച്ചത്. ബിഗ് ബോസ് പറയുന്നു, ജാഫർ, ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു നിയമമുണ്ട്, ആ നിയമം പാലിക്കണം. പുറത്തുള്ള കാര്യം അകത്ത് വന്ന് പറയരുത്. ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യമാണ് പറഞ്ഞത്, അതിനി പറയാൻ പാടില്ല, പോവൂ, സന്തോഷമായിട്ടിരിക്കൂ. ഇല്ല ബിഗ് ബോസ്, ഞാനിനി പറയത്തില്ല, തെറ്റുപറ്റിപ്പോയി. ജാഫർ പുറത്ത് വരുന്നു. ജാസ്മിൻ്റെ അടുത്ത് വീണ്ടും, പഴയ ജാസ്മിൻ്റെ രൂപത്തിൽ വേണം നീ തിരിച്ചു വരാൻ. നീ നല്ലൊരു ഗെയിമറാണ്, നിന്നെ കൊണ്ട് പറ്റും. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നെവർ മൈൻഡ്. നിനക്ക് എന്തിനാണ് ടെൻഷൻ? ആ ബൊമ്മ ആരാണ് നിനക്ക് തന്നു വിട്ടാന്ന് നിനക്കറിയാമല്ലോ. അപ്പോൾ ജാസ്മിൻ, അത്ത ഞാൻ പറയണമെന്നും അത്ത അങ്ങോട്ട് കേൾക്കണില്ല. അത്ത ഇങ്ങോട്ട് പറയണൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ പറയണമെന്നും അത്ത കേൾക്കുന്നില്ല. അപ്പോൾ ജാഫർ, പുറത്തിറങ്ങിയിട്ട് നമുക്ക് പറയാം, കേൾക്കാം. നീ ഇപ്പോൾ ഇവിടെ മനസ്സിൽ കരുതി വെച്ചേക്കുമ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല. ഞാൻ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ച് പറഞ്ഞൊക്കെ വേറെ കാര്യം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. മനസ്സിൽ ഉദ്ദേശിക്കും പോലെ ഒന്നുമില്ല. നീ അടിപൊളിയായിട്ട് ഗെയിം കളിച്ച് വിൻ ചെയ്തിറങ്ങണം. എന്നിട്ട് ആവശ്യമില്ലാതെ നീ കരയാതിരിക്കുക. മനസ്സിൽ നമ്മുടെ ഗെയിം മാത്രമായിരിക്കണം. ഇപ്പോൾ മൈൻഡിൽ വരേണ്ടത് ഗെയിമാണ്. ഇനി 10-30 ദിവസവും കൂടെ ഉള്ളൂ. സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ, ആരാധിക്കുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. നമ്മൾ ആരെയും സഹായിക്കാനോ നമ്മളെ ആരും സഹായിക്കാനോ അല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ ജാസ്മിൻ, എനിക്ക് എല്ലാവരുടെയും മുഖം പോലും മറന്നുപോയി, എനിക്കല്ലെന്നല്ല എല്ലാവരും. അപ്പോൾ ജാഫർ, അത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത്താക്കും അമ്മാക്കും കൂടെ ഒരിക്കൽ കൂടി ഇവിടെ വരാനുള്ള അവസരം നീ ഉണ്ടാക്കണം. അതായത് വിന്നറാകുമ്പോൾ നമുക്കത് കാണാൻ വരണം, അതിനുള്ള അവസരം നീ ഉണ്ടാക്കണം. അപ്പോൾ ജാസ്മിൻ, എൻ്റെ ദേഷ്യമൊക്കെ കുറഞ്ഞ വാപ്പ. അപ്പോൾ ജാഫർ, എടാ പോടാ വിളിയൊക്കെ നീ അങ്ങനെ വിളിക്കുമ്പോൾ അത് എന്നെ ബാധിക്കും. പക്ഷേ നിന്നെ ആരെങ്കിലും ഒരുപാട് പറയുമ്പോഴത്തേക്കും നിനക്ക് പറയാം, ഓക്കെ? അല്ലെങ്കിൽ നീ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ജാസ്മിൻ, ഞാൻ അല്ലെങ്കിൽ ജാഫറിൻ്റെ മോളാവത്തില്ലല്ലോ. പിന്നീട് ജാസ്മിൻ്റെ മക്കളെ നീ കാക്കാന്നൊന്നും വിളിക്കണ്ട, നീ ചേട്ടാന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ജാസ്മിൻ, അത് തന്നെ അവസരം വരുമ്പോൾ കളിയാക്കണം, അല്ലാത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി അടുത്ത അപ്ഡേറ്റുകളും വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡായിട്ടിരിക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.